അങ്ങനെ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കെതിരെ കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിനെക്കുറിച്ച് ഇനിയിപ്പോ ഞാനായിട്ട് കൂടുതലായിട്ട് ആർക്കൊന്നും പറഞ്ഞേണ്ട ആവശ്യമില്ല. കാരണം അത്രത്തോളം ഇത് മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 1 തൊട്ട് 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ മുഖ്യ പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് 5 വർഷം കൂടിയും അധികം ശിക്ഷ ഉണ്ടായിരിക്കും. അതായത് മൊത്തത്തിൽ 25 വർഷം കഠിന തടവായിരിക്കും പൾസർ സുനിക്ക് ഉണ്ടായിരിക്കുക. അതിൽ ഓൾറെഡി കേസിന് വിചാരണയുമായി ബന്ധപ്പെട്ട് 7 വർഷം പൾസർ സുനി ജയിലിൽ കിടന്നതിനാൽ അത് കുറച്ചുള്ള ബാക്കി വർഷമായിരിക്കും പൾസർ സുനിക്ക് ഇനി അങ്ങോട്ട് ജയിലിൽ കിടക്കേണ്ടി വരിക. അതായത് 25 - 7 മൊത്തത്തിൽ ഒരു 18 വർഷം ഇനി പൾസർ സുനിക്ക് ജയിലിൽ കിടന്നാൽ മതി എന്നർത്ഥം. എനിവേ, ഇന്നലെ 1.5 മണിക്കൂറോളം നീണ്ട വാദം കേൾക്കലിനൊടുവിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജി ഹണി എം വർഗീസ് ആണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതികൾ എല്ലാവരും 40 വയസ്സിന് താഴെയുള്ളവരായതുകൊണ്ടും അവരുടെ കുടുംബ പശ്ചാത്തലം മാനിച്ചുമാണ് അവരുടെ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു വാർത്ത കേട്ട സമയത്ത് ഞാൻ ചിന്തിച്ചു പോയ എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഒരു പെൺകുട്ടിയെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പ്രതികൾ ഇവരുടെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചോ ഇവരുടെ പ്രായത്തെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു കേസിൽ ശിക്ഷാവിധി വരുന്ന സമയത്ത് മാത്രം ഇവരുടെ കുടുംബ പശ്ചാത്തലവും പ്രായവും പരിഗണിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ്. അതെനിക്ക് എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. എന്തായാലും വല്ലാത്തൊരു ശിക്ഷാവിധി തന്നെ. ഒരു പെണ്ണിനെ നിഷ്ഠൂരമായി ക്രൂര ബലാത്സംഗം ചെയ്തിട്ട് പോലും അവിടെ പ്രായത്തിന്റെ പരിഗണനയും കുടുംബ പശ്ചാത്തലവും ഒക്കെ പരിഗണിക്കുക എന്ന് പറഞ്ഞാണെങ്കിൽ എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ. വെറുതെ നാട്ടിൽ പീഡനവും ബലാത്സംഗമൊക്കെ കൂടുന്നത്. ഇതേപോലെ കോടതിയിൽ വെച്ച് പ്രായത്തിന്റെ പരിഗണനയും കുടുംബ പശ്ചാത്തലവും പറഞ്ഞ് തടിയൂരി വരാലോ. വല്ലാത്തൊരവസ്ഥ തന്നെ. എനിവേ, ഈ കേസുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പെയാണ് നിർണായക വിധി പുറത്തു വരുന്നത് അല്ലെ. അന്ന് പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്നതിനേക്കാളും എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ഇവിടെ നടിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ദിലീപ് ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതായിരുന്നു. അവിടെ ദിലീപ് രക്ഷപ്പെട്ടു എന്ന് കണ്ടപ്പോൾ 2 ദിവസങ്ങൾക്കിപ്പുറം ഇന്നലെ ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ദിവസമായിരുന്നു അല്ലെ. പക്ഷെ ദിലീപ് രക്ഷപ്പെട്ടതിനാൽ പലർക്കും ഇനി പ്രതികൾക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് മാറി എന്നുള്ളതാണ്. കാരണം ഇവിടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടിയെ ആക്രമിച്ച 6 ആളുകളാണ് ശരിക്കും ശിക്ഷിക്കപ്പെടുന്നത്. അതല്ലല്ലോ ശരിയായിട്ടുള്ള നീതി. ഈ കൊട്ടേഷൻ കൊടുത്ത ആളും കൂടി ശിക്ഷിക്കപ്പെടുമ്പോഴല്ലേ അവിടെ ശരിയായിട്ടുള്ള നീതി നടപ്പാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൾസർ സുനിക്കും സംഘത്തിനും ഇനി എന്ത് ശിക്ഷ കിട്ടിയാലും ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു പലരും ഇന്നത്തെ വിധി കേട്ടത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇങ്ങനൊരു ശിക്ഷാവിധി വളരെ കുറഞ്ഞു പോയെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതിപ്പോ 20 വർഷം കഠിന തടവ്. അതിൽ 20 വർഷം ഒന്നും എല്ലാവരും ജയിലിൽ കിടക്കുന്നില്ല. ചില ആളുകൾ 5-6 വർഷം നന്നായി ജയിലിൽ നിന്ന് കഴിഞ്ഞാണെങ്കിൽ ജയിലിലെ നല്ല നടപ്പിന് പേരിൽ അവരെ വെറുതെ വിടും. പിന്നെ അവർക്ക് നാട്ടിൽ എങ്ങനെ വേണമെങ്കിലും വെലസി നടക്കാം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാണെങ്കിൽ കൂടി പോയാൽ ഇത്രയൊക്കെ സംഭവിക്കത്തുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഭാഗ്യലക്ഷ്മി ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യലക്ഷ്മി അറിയാലോ, ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടിക്ക് നല്ല പിന്തുണയുമായി മുന്നോട്ട് വന്ന ഒരാളാണ് ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി അല്ലെ. എന്തായാലും ഭാഗ്യലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. മറ്റവരെയൊക്കെ വെറുതെ വിട്ടമാരി ഇവരെ അങ്ങ് വെറുതെ വിട്ടാൽ മതിയായിരുന്നു. ഇതിപ്പോ നമ്മൾ ചില കുട്ടികളെ ശാസിക്കില്ലേ, ഇനി കുറുമ്പ് കാണിക്കരുത് എന്നൊക്കെ, അതുപോലെ ആയ മാതിരിയേ തോന്നുള്ളൂ. അവളുടെ മാനത്തിന് 5 ലക്ഷം രൂപയെ വിലയുള്ളൂ. എന്നിട്ട് നമ്മളൊന്നും പറയാനും പാടില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കെതിരെ കേസും. എന്താ പറയാ ഇതിന്, എനിക്കറിയില്ല എന്താ പറയണ്ടെന്ന്. ഇപ്പോൾ എവിടെയാണുള്ളത്? അതിജീവിതയെ കാണാൻ പോകുന്നുണ്ടോ? ഞാൻ അവളുടെ കൂടെ തന്നെ ആയിരുന്നു ഇത്രയും ദിവസം. ഇപ്പതാ ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക നാട്ടിലേക്ക്. ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ് ഇമോഷണൽ ആവാതിരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എനിക്ക് അവള് വീട്ടിലുണ്ട്. അവളെന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. എനിക്ക് അവളെ വിളിക്കാൻ പേടിയാണ്. അവളോട് സംസാരിക്കാൻ പേടിയാണ്. കാരണം അവൾക്ക് അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വല്ലാത്തൊരവസ്ഥ അല്ലേ. ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ തന്നെ അതിജീവിതയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും തുച്ഛമായിട്ടുള്ള ശിക്ഷ കൊടുത്ത് പ്രതികളെ ശിക്ഷിക്കുന്നതിലും ഭേദം ശരിക്കും വെറുതെ വിടുന്നത് തന്നെയായിരുന്നു. ഇതൊരുമാതിരി 20 വർഷം അവർ സെൻട്രൽ ജയിലിൽ ഇട്ട് പോറ്റുന്ന പോലെ ആയിപ്പോയി. എന്റെ അഭിപ്രായത്തിൽ കൊലക്കയറിലും കുറഞ്ഞൊരു ശിക്ഷ അവർക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം അത്രയും ക്രൂരമാണ് അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. എനിവേ, ഇന്നത്തെ പ്രതികളെ ശിക്ഷിച്ചുകൊണ്ടുള്ള കോടതി വിധി കേൾക്കാൻ പോകുന്നതിന് മുമ്പ് അതിജീവിതയുടെ വക്കീൽ മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കേട്ടോക്കാം. എന്ത് ശിക്ഷ കിട്ടും എന്നുള്ളതാണ്. അതിൽ ഒരാൾക്ക് മാത്രമേ ശിക്ഷയുടെ കാര്യമുള്ളൂ അല്ലേ, പൾസർ സുനി എന്ന് പറഞ്ഞ A1-ന്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച് കോടതി അതാത് സെക്ഷൻ അനുസരിച്ചുള്ള അവർ കുറ്റം ചെയ്തതനുസരിച്ചുള്ള ശിക്ഷയാണ് ഈ കൊടുക്കുന്നത്. സുനിയെ സംബന്ധിച്ച് സുനി ഇപ്പോൾ 8 വർഷം എന്നത് 10 വർഷമായിട്ട് കണക്കാക്കപ്പെടും. ആൾ ശിക്ഷ അനുഭവിച്ചതാണ്. അതിനെ സംബന്ധിച്ച് കോടതി പറയും. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് കോടതി എന്ത് പറയും എന്നതാണ്. അതാണ് ആ അവസാനം പറഞ്ഞ വാക്ക്, മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് കോടതി എന്ത് പറയും എന്നുള്ളത്. പക്ഷെ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് കോടതി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഈ മെമ്മറി കാർഡ് എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഈ പറയുന്ന പൾസർ സുനി സംഘവും ഈ ആക്രമിക്കപ്പെട്ട നടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് അത് അവരൊരു ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പകർത്തിയ ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് കോടതിക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സമർപ്പിക്കപ്പെട്ട മെമ്മറി കാർഡുമായി ചുറ്റിപ്പറ്റി
പിന്നീട് ഒരുപാട് വിവാദങ്ങൾ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് ഹാഷ് വാല്യൂ, എങ്ങനെയാണ് ഈ ഹാഷ് വാല്യൂ മാറുന്നത് എന്നൊന്നും അറിയാത്ത പലരും ഉണ്ടാകും. അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ഡാറ്റ അടങ്ങുന്ന ഒരു മെമ്മറി കാർഡ് അത് ഒന്നിലധികം ഡിവൈസുകളിൽ ഇട്ട് പരിശോധിക്കപ്പെടുകയോ അതല്ലെങ്കിൽ അതിന്റെ ഡാറ്റ മറ്റെവിടേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറും. അങ്ങനെ ഒരു മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള ഡാറ്റകൾക്ക് ഒരുപാട് കൃത്രിമത്വം നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് അത് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു മെമ്മറി കാർഡും കൂടി ആകുന്ന സമയത്ത് ഹാഷ് വാല്യൂ മാറുമ്പോൾ അതൊരു തെളിവായി സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ്. ഇവിടെ നടി ആക്രമിക്കപ്പെട്ടതിന്റെ ക്രൂരമായ ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് കോടതിക്ക് സമർപ്പിക്കപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറുന്നു. അതോടെ ആ മെമ്മറി കാർഡ് തെളിവല്ലാതായി മാറുന്നു. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് കോടതിക്ക് സമർപ്പിക്കപ്പെട്ട ഒരു ഡാറ്റയിലാണ് ഇങ്ങനെയൊക്കെ കൃത്രിമത്വം നടക്കുന്നത്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ നമ്മുടെ കോടതികളൊക്കെ നമുക്ക് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത്. ഒന്നും വേണ്ട, ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ടിവിന്റെ റോഷിപാൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകന് പലർക്കും അറിയുമായിരിക്കും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പൾസർ സുനിയുമായി ഒളി ക്യാമറ ഓപ്പറേഷൻ ഇന്റർവ്യൂ നടത്തിയൊരു മനുഷ്യരുണ്ടല്ലോ, മൂപ്പര് തന്നെ. മൂപ്പര് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പിന്നാലെ പോയൊരു വ്യക്തിയാണ്. എന്തിനു പറയുന്നു, ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിന് നിർണായക തെളിവ് തന്ന ഡയറക്ടർ ആയിട്ടുള്ള ബാലചന്ദ്രകുമാറിനെ ഇന്റർവ്യൂ ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഒരു ടോക്ക് ഷോ ഒരു ദിവസം മുമ്പേ റിപ്പോർട്ടർ ടിവിയിൽ ഉണ്ടായിരുന്നു. അതിൽ ഇദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും കേട്ടോ. കാരണം മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. അതുവഴി ഈ മെമ്മറി കാർഡിൽ കൃത്രിമത്വം നടന്നോ, അതിലെ ദൃശ്യങ്ങളിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇത് പകർത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. അതീവ ഗൗരവമുള്ള സംഭവമാണ്. കോടതി കസ്റ്റഡിയിലിരിക്കുന്ന പീഡന ദൃശ്യങ്ങൾ അടങ്ങുന്ന ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അത് നശിപ്പിക്കാൻ ശ്രമം നടന്നു എന്ന ഞെട്ടിക്കുന്ന സത്യത്തിൽ ആ റിപ്പോർട്ട് കയ്യിൽ ലഭിച്ചപ്പോൾ ഒരു വിറങ്ങലിപ്പായിരുന്നു. കാരണം ദൃശ്യങ്ങൾ പുറത്തുപോയെങ്കിൽ ഒരുപക്ഷെ അതിജീവിതക്കുണ്ടാകുന്ന പ്രയാസം, അവരുടെ ജീവൻ പോലും അപകടപ്പെടാനുള്ള സാധ്യത. അതാണ് ഈ കേസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ വളരെ അസാധാരണമായ രീതിയിലുള്ള വ്യക്തിമെതിരെയുള്ള സംഭവങ്ങളാണ് ഈ കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കോടതിയിലേക്ക് വിശ്വസിച്ച് സമർപ്പിച്ച ഒരു രേഖ അതിൽ കൃത്രിമത്വം സംഭവിക്കുക എന്ന് പറഞ്ഞാണെങ്കിൽ എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ. ആദ്യമായിട്ടാണ് കോടതിയിൽ വെച്ച് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടി തനിക്ക് നീതി ലഭിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം കോടതിക്ക് സമർപ്പിച്ചിട്ട് പോലും കോടതിക്കുള്ളിൽ നടക്കുന്നതും കോടതി വിധിക്കുന്ന കാര്യങ്ങളുമെല്ലാം വ്യക്തിമെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അതെനിക്ക് എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എല്ലാവരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വളരെ നിർണായകമായിട്ടുള്ള തെളിവുകൾ അടങ്ങുന്ന ഒരു മെമ്മറി കാർഡ് പോലും മര്യാദക്ക് ഒരു കോടതിയിൽ സൂക്ഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? എന്തായാലും റോഷിപ്പാലിന് പറയാനുള്ള ബാക്കിയൂടെ കേട്ടോക്കാം. രണ്ടാമത്തെ തെളിവ് നശിപ്പിക്കപ്പെടുന്നു. അത് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ. അതെ, കോടതി കസ്റ്റഡിയിൽ. അങ്ങനെയാണ് ആ വാർത്ത പുറത്തു വന്നപ്പോൾ അതിജീവിത വീണ്ടും ട്രോമയിലേക്ക് പോവുകയാണ് വല്ലാത്ത രീതിയിൽ. അങ്ങനെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം വന്നു. പൊതുപ്രവർത്തകർ, സ്ത്രീപക്ഷ നിലപാടുള്ളവർ, സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും തെരുവിലിറങ്ങുന്നു. അവൾക്കൊപ്പം എന്ന ഒരു ലേബലിൽ അവർ തെരുവിലിറങ്ങി അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. അത് കോഴിക്കോട് മിഠായി തെരുവിലും തൃശ്ശൂരിലും മലപ്പുറത്തും എറണാകുളത്ത് വഞ്ചി സ്ക്വയറിലും പ്രതിഷേധം ആളിക്കത്തി. അങ്ങനെയാണ് അതിജീവിത ഒരു ദയാഹർജി കണക്കെ രാഷ്ട്രപതിക്ക് കത്തയക്കുന്നു. മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് തന്റെ ഇപ്പോഴത്തെ സാഹചര്യം വിശദീകരിക്കുന്നു, ഇടപെടാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ സർക്കാരിന്റെ സഹായത്തോടെ തന്നെ അതിജീവിത കോടതിയെ സമീപിക്കുന്നു. നിയമ പോരാട്ടമാണ്. ആ നിയമ പോരാട്ടത്തിൽ ആദ്യഘട്ടത്തിലും നീതി ലഭിച്ചില്ല. ഇതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വിചാരണ കോടതി അത് തള്ളുന്ന സാഹചര്യം. പിന്നീട് ഹൈക്കോടതിയിൽ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ ബെഞ്ച് അതിൽ ഒരു വസ്തുതാ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകുന്നത്. അത് ഈ വിചാരണ കോടതിയുടെ ജഡ്ജ് വസ്തുതാന്വേഷണം നടത്തി ആ റിപ്പോർട്ട് കൈമാറി. പക്ഷേ ഇതുവരെ അതിൽ നടപടി ഉണ്ടായില്ല. അതിൽ ഞെട്ടിക്കുന്ന പുതിയ വിവരങ്ങൾ വന്നു. മെമ്മറി കാർഡ് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഉപയോഗിച്ച ഫോണുകളുടെ വിവരങ്ങളടക്കം കിട്ടിയില്ലേ? അങ്ങനെ വരുന്നു. ആരുപയോഗിച്ചു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുന്നു. 3 കോടതികളിലാണ്. അതിൽ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ മെമ്മറി കാർഡ് അത് വിൻഡോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അത് നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെടുന്നു. പിന്നീട് സെഷൻസ് കോടതിയിൽ വെച്ച് സമാനമായ രീതിയിൽ വിൻഡോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരു മൊബൈൽ ഫോൺ. പിന്നീട് ട്രയൽ കോടതിയിൽ അത് ഒരു പകൽ വെളിച്ചത്തിൽ ഏതാണ്ട് 35 മിനിറ്റ് നേരം ഒരു വിവോ മൊബൈൽ ഫോണിൽ ഈ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. ആ മൊബൈൽ ഫോണിൽ നിന്നും ദൃശ്യങ്ങൾ പുറത്തേക്ക് അയക്കാൻ പറ്റുന്ന എല്ലാ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും ആ ഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഈ ഫോറൻസിക് സയന്റിഫിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. എന്തൊരു നിഷ്ഠൂരമായ സംഭവങ്ങളാണ് നടക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയുന്നത്? അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ ഈ നടി ആക്രമിക്കപ്പെടുന്ന, ഈ നടി ബലാത്സംഗം ചെയ്യപ്പെടുന്ന ദൃശ്യങ്ങൾ ഒരുപാട് ആളുകൾ പല ഡിവൈസുകളിൽ നിന്നും കണ്ടു കഴിഞ്ഞു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും കോടതിയിലേക്ക് ഈ ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് സമർപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് ആ മെമ്മറി കാർഡ് പല ഡിവൈസുകളുമായി ഉപയോഗിക്കപ്പെടുന്നത്. എത്രയോ ഞരമ്പ് രോഗികളായിട്ടുള്ള ആളുകൾ അത് കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാകും അല്ലെ? ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് എങ്ങനെയാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയെ നമ്മൾ വിശ്വസിച്ചു പോവുക? കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു ഡാറ്റ
ലീക്ക് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവിടെ തീർന്നു എല്ലാം, അവിടെ തീർന്നു നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള എല്ലാ വിശ്വാസവും നമുക്ക്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.